Hi everyone. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ റൂം മാറുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വില്ല മോൺ പ്ലാസർ ഹോട്ടലിൽ നിന്നും നമ്മളിപ്പം സൗത്തിലേക്കോട്ട് ഇച്ചിരി കൂടെ ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടിലേക്കോട്ടാണ് പോകുന്നത്. അതിൻ്റെ പേര് തമാസ ബെൽ ഓംബ്രെ എന്നാണ്. അപ്പം അതിൻ്റെ കംപ്ലീറ്റ് പോകുന്ന റൂട്ടും അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ റിസോർട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. എന്നാൽ പിന്നെ നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ നേരെ വന്നത് നോർത്ത് മൊറീഷ്യസിലാണ്. അപ്പോൾ നോർത്ത് മൊറീഷ്യസിൽ ഞങ്ങൾ 4 ദിവസം നിന്നിട്ടാണ് ടൂർസൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ലീഷർ ഡേ നമ്മൾക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ സൗത്ത് ഞങ്ങൾ ലീഷർ ഡേക്ക് വേണ്ടി ചൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നലെ വരെ ടൂർസായിരുന്നു. ടൂർസൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സൗത്തിലോട്ട് പോവാം. അപ്പം നോർത്തിൽ നിന്നും സൗത്തിലേക്കോട്ട് ഏകദേശം ഒരു 1 hour 30 minutes യാത്രയുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ടൂറൊക്കെ എടുത്ത് ആ കമ്പനീനോട് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ടാക്സി അറേഞ്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് ടാക്സിക്ക് ആയതെന്ന് വെച്ചാൽ ഏകദേശം $50 to $60 ആണ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇപ്പം റോഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല റോഡ്സാണ്, അടിപൊളി റോഡ്സാണ്, ഹൈവേസ് ആണ്. അപ്പം വെറും ഈ കുടുക്കിൽ നിന്ന് ഇറങ്ങി ആ ഹൈവേ കയറുന്ന വരെ ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ല സ്മൂത്താണ്. എന്നിട്ട് പിന്നെ അവിടെ എവിടെയെങ്കിലും പോകുമ്പം ഒരു സിറ്റി ആകുമ്പോഴത്തേക്ക് ഒരു റോഡ് ഇച്ചിരി ചെറുതാവും, മോശമല്ല, ചെറുതാവും, അത്രേ ഉള്ളൂ. ഇതുവരെ നമുക്ക് അങ്ങനെ പോട്ട് ഹോൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. റോഡ് കണ്ടിട്ടില്ല. എല്ലാ റോഡും നന്നായിട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഹൈവേയിൽ മാത്രം പോകുന്നുണ്ടായിരിക്കും ഇങ്ങനെ തോന്നിയെന്നല്ല. നമ്മളിപ്പം ഇന്നലത്തെ നോർത്ത് ടൂറൊക്കെ ചെയ്തപ്പം ഉള്ളിൽ കൂടെയൊക്കെയാണ് പോയിരുന്നത്. എല്ലാ റോഡും നന്നായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ചെക്ക് ഇൻ പ്രോസസ് എന്ന് വെച്ചാൽ യൂഷ്വലി ഈ ഹോട്ടലുകളിൽ ചെക്ക് ഇൻ എന്ന് വെച്ചാൽ 2 മണി സമയത്താണ് കേട്ടോ. അവർ 2 മണി എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോകാനും പിന്നെ ആൾക്കാർ വേറെ ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ 2 മണിന്ന് വെച്ചിരിക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ ഇച്ചിരി കൂടി നേരത്തെയാണ്, പക്ഷേ അവിടെയും ഉണ്ട് 2 മണിയുള്ളവരുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 മണിയാണ്. നമ്മുടെ അവിടെയും തമാസയിൽ 2 മണിയാണ്. ഇവിടെ ചെക്കൗട്ട് നമുക്ക് 12 മണിക്കായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ക്യാബിന് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾക്ക് ആക്ച്വലി രാവിലെ പോകണമെന്നായിരുന്നു, 10 മണിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഡേ ഫുള്ള് വേസ്റ്റ് ആയി പോവില്ല അല്ലെങ്കിൽ. പക്ഷെ അവര് എന്നുവെച്ചാൽ ചെക്ക് ഇൻ തുടങ്ങുന്ന ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഇത് ഡിലേ ആയത്. ഇപ്പൊ 12 ആയി. ഇവിടെ 12 ആയി. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. കടൽ ഇന്ന് രൂക്ഷമായിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. പറ്റത്തില്ല. ഇതൊക്കെ എവിടെയാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഞങ്ങൾ വന്നന്ന് കടലുണ്ടല്ലോ, എന്ത് സ്മൂത്ത് ആയിരുന്നു അറിയാമോ, കാമായിരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒന്നും ഇത്ര പോലും വേവ്സ് ഉണ്ടായിരുന്നില്ല, കുറേ ദൂരെയായിരുന്നു. ഇന്നലെ തൊട്ട് വേവ്സ് ഇത്ര ഇവിടെ അടുത്ത് കാണുന്നത് അല്ലേ. ഇവിടെ ഒന്നും ആൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇല്ല, പക്ഷെ ഇതെല്ലാം നമ്മുടെ ഹോട്ടലിന്റെ ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. അത് ലീ മെറിഡിയൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ കാണുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഷട്ടർ ഇട്ടങ്ങ് അടയ്ക്കും. അപ്പുറത്തെ ഡിന്നർ, ലഞ്ചും ഡിന്നറും അവിടെ തന്നെ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇവിടെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ എടുത്തുള്ളൂ, നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും. കാരണം നമ്മൾ പിന്നീട് ഉച്ചയ്ക്ക് നമ്മളിവിടെ ഉണ്ടാവില്ല, പിന്നെ വെറുതെ എടുത്തിട്ട് എന്തിനാ കാശ് കളയുന്നത്. Thank you. Bye. Have a nice flight. Yeah. No, we are actually heading to south. Oh, okay. So continue with the holiday. Yeah. Thank you. Thank you. Bye-bye. അപ്പം ഞങ്ങൾ അങ്ങനെ നമ്മുടെ റിസോർട്ടിലെത്തി. തമാസ ബെൽ ഓംബ്രെ. ബെൽ ഓംബ്രെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് തമാസ എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ. ഇത് കുറച്ച് ലക്ഷറി റിസോർട്ട് തന്നെയാണ്.
അതെ, നമ്മൾ ഒരു 4-5 ദിവസം ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർത്തിൽ പോയപ്പം ഒരു അത്യാവശ്യം ഡീസൻറ്റ് റിസോർട്ടും സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇപ്പം സൗത്തിൽ നമ്മൾ പ്രോപ്പർട്ടി എൻജോയ് ചെയ്ത് ലക്ഷറി ആയിട്ട് ഇരിക്കാനും പിന്നെ മേ ബി ഒരു അത്യാവശ്യം 1-2 സ്ഥലങ്ങളും കാണാനും കൂടുതൽ ദൂരം അല്ലാത്ത സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഈ റിസോർട്ട് എടുത്തത്. ഈ റിസോർട്ടിൻ്റെ ഫുൾ വില അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പതുക്കെ ഇതിനകത്ത് ഇട്ട് തരാം, സ്ക്രീനിനകത്ത് ഇട്ട് തരാം. ഇപ്പോൾ എനിക്ക് വില കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, അത് നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ഇത് ഇപ്പോഴത്തെ റേറ്റാണ്. ഇതിപ്പം 2 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ അന്നേരം നിങ്ങൾക്ക് അന്നേരത്തെ റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്താലും മതി. അപ്പം ഇതാണ് നമ്മുടെ റൂം 1016. നല്ല റൂമാണ്, ഇച്ചിരി ഒതുങ്ങി ബീച്ചിനടുത്തായിട്ടാണ്. നമ്മുടെ ബീച്ച് ഇവിടുന്ന് കാണാം, ബീച്ചും ആക്ടിവിറ്റീസിനും അടുത്തായിട്ടാണ്. പൂളിന് നേരെ മുമ്പിലാണ്, ഇവിടുന്ന് പൂള് കാണാം, അതാണ് പൂള്. അപ്പം കയറുമ്പോഴേ ഇവിടെ ഒരു നല്ലൊരു ഇച്ചിരി സ്ഥലമുണ്ട് ഇരിക്കാനും. നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്, നല്ല കല്ലിൻ്റെ ടേബിളാണ് കേട്ടോ, മാർബിളിൻ്റെ ടേബിൾ തന്നിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ 2 ചെയറും തന്നിട്ടുണ്ട്, റെഗുലർ ചെയർസാണ്. പിന്നെ നല്ലൊരു ഫ്രഞ്ച് ഡോർ തന്നിട്ടുണ്ട് അവർ, അതാണ് മെയിൻ ഡോറ്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവർ നമുക്ക് അഫ്കോഴ്സ് സ്ലിപ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഒരു ടേബിൾ വർക്ക് ഏരിയ ഒക്കെ തന്നിട്ടുണ്ട്. ടേബിളിനകത്ത് തന്നെ പവർ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് വെക്കാനൊക്കെ ഇഷ്ടംപോലെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്റർ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ അഡാപ്റ്റർ ക്യാരി ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ഡ്രോയർ മാതിരി സംഭവമുണ്ട്. ഈ ഡ്രോയറിനകത്ത് അവർ ഫ്രിഡ്ജ് തന്നിരിക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് അത്യാവശ്യം ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ അവർ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു ചായക്ക് വേണ്ടിയിട്ടും ഇച്ചിരി വെൽ ടക്ഡ് ആയിട്ട് നമുക്കൊരു ഇച്ചിരി ടേബിളും ഉണ്ട്. ചായൻ്റെ ടേബിളും ട്രേയും ചായയൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി ബോട്ടിൽ ഓപ്പണറും അതും ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കാൻ അവർ നമുക്ക് കോഫിയും വെള്ളം ചൂടാക്കുന്നതും തന്നിട്ടുണ്ട്. പിന്നെ ഒരു TV ഉണ്ട്, 2 നൈറ്റ് ലാംപ്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ AC തന്നിട്ടുണ്ട്. പിന്നെ AC കൂടാതെ ഒരു ഫാനും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടം എന്ത് ഉപയോഗിക്കുന്നു. വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ബെഡ് ഉണ്ട്, ക്വീൻ സൈസ് ബെഡ് ഉണ്ട്. പിന്നെ ഇതേവരുടെ സ്റ്റാൻഡേർഡ് ഒരു പില്ലോ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്, അത്യാവശ്യം വലിയൊരു മിററാണ്. ഇവിടെ ഒരു ചെയറും ഉണ്ട്. ഇനിയിപ്പം ഇതിന്റെ അടുത്ത സെക്ഷൻ, ഈ റൂമിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് രണ്ടിനും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്ത് ടബ് ഉണ്ട്, വലിയൊരു ബാത്ത് ടബാണ്, ക്വൈറ്റ് ബിഗ്. പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലോണ്ടറിക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സും തന്നിട്ടുണ്ട്, ലോണ്ടറി ബോക്സ്, ലോണ്ടറി ഒരു ചെയ്യും. പിന്നെ ഇങ്ങേ സൈഡിൽ ഇവിടാണ് നമുക്ക് തുണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫൊക്കെ അവർ തന്നിട്ടുണ്ട്. തുണി വെക്കാൻ ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വെക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വെയിങ് സ്കെയിൽ തന്നിട്ടുണ്ട്, തുണി ഉണക്കാൻ ഇച്ചിരി റാക്ക് തന്നിട്ടുണ്ട്, ബാത്റൂം തന്നിട്ടുണ്ട്. പിന്നെ കുടയും പിന്നെ എക്സ്ട്രാ പെയർ ഓഫ് സാൻഡിൽസും തന്നിട്ടുണ്ട്. ഇവിടെ 2 വാഷ് ബേസും തന്നിട്ടുണ്ട്. 2ന്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ 2 അവർ തന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ലേറ്റ് ആവണ്ട, പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഷവറുണ്ട്, അത്യാവശ്യം വലിയ ഷവർ തന്നെയാണ്, ഡീസെന്റ് വലിയ ഒരു ഷവറാണ്, നല്ല ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത് പറയണമല്ലോ. വിൻഡോസും ഉണ്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനും. പിന്നെ റിട്രാക്റ്റബിൾ ക്ലോത്ത്സ് ലൈനും ഉണ്ട്. ഇത് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്, കുളിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്. ബ്രാക്കറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് വാൾ. ഇവിടെ കാണും ബ്രാക്കറ്റ് കാണണം. അപ്പം തുണിക്ക് വേണ്ടിയിട്ട് അവർ ഇതും തന്നിട്ടുണ്ട്. നമുക്ക് തുണി തോർത്തോ എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അതിന് വേണ്ടി തന്നിട്ടുണ്ട്. സ്വിമ്മിങ്ങിന്റെ ഡ്രസ്സൊക്കെ കുളിച്ച് സ്വിം ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ ഇട്ട് വെക്കാം. എനിക്ക് തോന്നുന്നു ഈ ബാത്റൂമിന് അത്രയും തന്നെയാണ് ബെഡ്റൂം.
അത്രയ്ക്ക് വലുതാണ്. ബെഡ്റൂം പോലെ തന്നെ ഇരിക്കുന്നു. ബെഡ്റൂം അതിൽ തന്നെ ഉണ്ട്, ഭയങ്കര വലുതാണ്. പിന്നെ അത് കൂടാതെ പിന്നെ ടോയ്ലറ്റ് ഇവിടെയാണ്. ടോയ്ലറ്റ് അത്യാവശ്യം വലിയ ടോയ്ലറ്റ് തന്നെ. പിന്നെ ഇത് കൂടാതെ ഇപ്പം ഇച്ചിരി പ്രൈവസിക്ക് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ തുണിയൊക്കെ നനയാതിരിക്കാൻ ഇവിടെ ഡോറ് വന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് തുണി നമ്മുടെ വെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് തന്നിട്ടുണ്ട്, ഡോറും തന്നിട്ടുണ്ട്. ഒരു വാക്കിംഗ് വാർഡ്രോബ് വാഷ്റൂമിനകത്ത് തന്നെയുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ ഇതിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ അവർ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇതിനെ അടച്ചിട്ട്, അങ്ങനെ പ്രൈവസി ലോക്കൊന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് പോകാം. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ അവർ അവിടെ തന്നെ കാണും. അപ്പോൾ ഇത് ലോക്കറുണ്ടല്ലോ, പിന്നെ ലോക്കറുണ്ട്, ഇതിനകത്ത് ലോക്കറും അവൈലബിൾ ആണ്. പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഹാഫ് ബോർഡാണ്. ഹാഫ് ബോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത് കൂടാതെ ചില ആക്ടിവിറ്റീസും ചില കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ്. അതൊക്കെ നിങ്ങൾ പതുക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാണ് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഒരുപോലെ ഇരിക്കും. നടുക്ക് മാത്രം പോകാൻ സ്റ്റെപ്സ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്, പക്ഷെ എല്ലാം ചുറ്റിനും അതേപോലെ തന്നെ. നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അതാണ് നമ്മുടെ കടലിൻ്റെ അടുത്തുനിന്ന് നാലാമത്തെ, കടലിൽ നിന്ന് മൂന്നാമത്തെയോ നാലാമത്തെയോ അത്രേ ഉള്ളൂ. ഇതാണ് പൂൾ ഏരിയ. ഇത് ഫസ്റ്റ് പൂളാണ് കേട്ടോ. ഫസ്റ്റ് പൂൾ എന്ന് പറയാൻ സെക്കൻഡ് പൂൾ ആയിരിക്കും. അതിന് പേടിയൊന്നുമില്ല, ആൾക്കാരൊക്കെ അതെല്ലാം കൊടുത്തിട്ട്. നമ്മൾ ഇന്നലത്തെ നോർത്ത് ടൂർ വീഡിയോയിൽ ചെയ്ത പോലെ ഗാർഡനിൽ കുറെ നടക്കുന്ന പോലെ. ഇത് സന്തോഷ മൈൻഡ്ഫുൾ വെൽനെസ് സ്പാ ആണിത്. നമുക്ക് ഇതിനകത്ത് സോനയുണ്ട്. നമുക്ക് സ്പാ നോക്കണം എന്തുമാത്രം വിലയാണ്. പക്ഷേ അങ്ങോട്ട് റിസപ്ഷൻ, ബാറ്, ഷോ, ജൽസ, ഷോപ്പ്, കോൺഫറൻസ് റൂം, പാർക്കിംഗ്, ജയന്റ് ഗെയിംസ്. അങ്ങോട്ട് റിസപ്ഷൻ അതന്നെയാണോ? ആ സെയിം. പിന്നെ ട്രക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് സ്പാനകത്ത് നോക്കിയിട്ട് വരാം എന്തൊക്കെയുണ്ടോ. നമ്മളിപ്പോൾ അടുത്ത പൂളിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. വലിയൊരു പൂള്. ഇവിടെ തന്നെ ഇതിൻ്റെ പുറയില് തമാസ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, സുവനിയേഴ്സും ബീച്ച് വെയറും ഒക്കെ. കൊള്ളാം. ഇതൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. സൺസ്ക്രീൻ എത്ര നോക്കി? ഇതായിരിക്കും കാരിബിയൻ. നമുക്ക് ഇതുപോലത്തെ വേണ്ടുന്ന. 1125 എന്ന് പറയുമ്പം 2000 ഇത്ര ഉണ്ടാവുന്നു. നമ്പർ പ്ലേറ്റ് ഉണ്ട് മൗറീഷ്യസ് പോർട്ടിൽ പോയി. ബാൻഡൊക്കെ പ്ലേ ചെയ്യുന്നത്. ഇപ്പം മഴ ഇച്ചിരി ചന്നുന്നുണ്ട്. വെനസ്ഡേ DJ നൈറ്റ് ബാൻഡ് സ്റ്റേജ് 8:30 തൊട്ട് 11 മണി വരെ. ഇതാണ് പൂള് കേട്ടോ. അടുത്ത പൂൾ ഇതാണ്, വലിയ പൂളാണ്.
ആൾക്കാരൊക്കെ ഇവിടെ സൺഡൗണേഴ്സിനൊക്കെ ഇരിപ്പുണ്ട്. ഇതൊരു ബാറാണ്. അത്യാവശ്യം വലിയൊരു പൂളാണിത്. നല്ല ഇതിൽ 500 എണ്ണം ഡെപ്ത് ഉണ്ട്. അതാ നമ്മുടെ പൂള്. ആ മറ്റേ പൂളല്ല, ഇത് മൂന്നാമത്തെ പൂള്. ഓ തേർഡ് പൂളുണ്ട്. തേർഡ് പൂള്. 4 മഴ വേണ്ടായിരുന്നു. റെയിൻ ഗോ എവേ. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ. നമ്മളിപ്പം അടുത്ത പൂളിലേക്കോട്ട് വന്നിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ പൂളാണ്. എവിടെ പൂള് തന്നെയാ? എനിക്ക് തോന്നുന്നു ഒരു റിസോർട്ടിൽ ഇതുവരെ താമസിച്ചിട്ടില്ല 3 പൂളുള്ളത്. ഇനിയുണ്ടോ? ഒരു പൂളും കൂടെ ഉണ്ട്. ഒരു ചെറിയ പൂളുണ്ട്. ഇത് ഞാൻ നേരത്തെ നമ്മുടെ അതേ പൂളെന്നാ വിചാരിച്ചേ. പക്ഷെ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുന്നു. ആണോ ഇനി? ആണോ? അല്ല അല്ല, അതിന് വീടുണ്ടായിരുന്നു അല്ലേ? അതും ഇതും വേറെ. ഇതും 1200 കാണിക്കുന്നു. ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഷവർ, പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ. നല്ല രസമുണ്ട്. ഓപ്പൺ ചെയ്യണ്ട. നേരത്തെ ഉണ്ടായത് സാധനം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് 20%. ഇതാ സൺസെറ്റ് റെസ്റ്റോറന്റ് ഇതിന് ഇത് വെച്ചിട്ട് നമ്മള് മണല് ബ്രഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് മണല്, നമ്മുടെ കാലിലൊക്കെ മണലുണ്ട്. പെയിന്റ് ബ്രഷ് ഒക്കെ ഉണ്ട്. 4ാമത്തെ പൂളില്ല കേട്ടാ. ഉണ്ട് മണ, ഒരു പൂളും കൂടെ ഉണ്ടെന്ന്. ഞാൻ കാണിച്ചു തരാം മണല്.
സ്പൈസി ടാമറിൻ സൂപ്പ്, സെലക്ഷൻ ഓഫ് ചീസ്. ഇത് ബിസ്ക്കറ്റിനകത്ത് ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായി ചീസ്. മഷ്റൂം മട്ടർ, കടായി സബ്സി, റൈസ്, സ്റ്റീം റൈസ്, പനീർ മേത്തി, നാന്, ഇത് ദാല്, അച്ചാർ എല്ലാം ഉണ്ട്, പച്ചമുളക്, ചീസ്, ടൊമാറ്റോ സോസ്, പാസ്തേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പാസ്ത കൊച്ചിക്ക് ഇതെല്ലാം ആയി. ചീസ് സോസും ഉണ്ട്, ചീസ് സോസാണ്. ഓ, ബേക്ക്ഡ് പാസ്ത. ഇത് എണ്ണയിലകത്ത് ബേക്ക് ചെയ്ത പാസ്ത, ഗ്ലേസ്ഡ് വിത്ത് ക്യാരറ്റ്, ഗ്ലേസ്ഡ് ക്യാരറ്റ് വിത്ത് ഓറഞ്ച്, വെജിറ്റബിൾ ഗ്രേറ്റിന്. ചിക്കനുണ്ട്, ടൊമാറ്റോ റോസ്റ്റഡ് ചിക്കൻ. ഓ, അടിപൊളി. നമ്മുടെ സംഭവമുണ്ട്, റോസ്റ്റഡ് ലാമ്പ് വിത്ത് റോസ്മേരി സോസ്. ചോക്ലേറ്റ് ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം, ലെമൺ സോർബേ, സ്ട്രോബെറി സോർബേ. ഓ, കേക്കിൻ്റെ തന്നെ പല ഫ്രൂട്ട് സാലഡ്. ആളുവിന് ഫുൾ അടിപൊളി കാര്യം മടക്കൊന്നും കഴിക്കാൻ. ഓട്സ് എന്താന്ന് പറയാം, ബേക്ക്ഡ് ബീൻസ്, വെജിറ്റബിൾസ്, ചിക്കൻ, സം മഷ്റൂംസ്, പൊട്ടാറ്റോ നോയ്സൈറ്റ്, അടിപൊളി. ചിക്കൻ സോസേജ്. ഓ, എഗ്ഗ്, നമ്മുടെ ബുർജി മാതിരി. ഇത് വെറും നോർമൽ സ്ക്രാമ്പിൾഡ് എഗ്സ്. ബ്രെഡ് വെച്ചെടുത്ത് ജ്യൂസ് ഉണ്ട്, മിൽക്കുണ്ട്, സെമി സ്കിംഡ് മിൽക്കുണ്ട്, പാല്, വെള്ളം. ഓ, ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് എല്ലാം ഇതിനകത്ത്. ആ, ഓക്കെ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് മീനാട്ടോ, സ്മോക്ക് ചീസ്. ക്രഷാൻ്റെ കാര്യം അടിപൊളി. ചോക്ലേറ്റ് ക്രഷ അടിപൊളിയായിട്ടിരിക്കുന്നത്. പിന്നെ ഡേനിഷ് ഉണ്ട്, ഇത് കൊള്ളാം, പക്ഷെ നല്ല കാലറീസ്. ഓ, പൈനാപ്പിൾസ് സാലഡ്, ഫ്രൂട്ട് സാലഡ് അതുണ്ട്. മ്യൂസിലി. ഇത് പാൻ കേക്ക്. ചെസ്സും ഉണ്ട്. ഇവിടെ വലിയ ആക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ട് ചെസ്സൊക്കെ ഉണ്ട്. ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ട്,
പിന്നെ ഇവിടെ അവിടെ ജെങ്കയുണ്ട്, ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ എന്താ ഫുട്ബോളോ അങ്ങനെ തന്നെ പറയും. ജെങ്കയുണ്ട്, വലിയ ജെങ്ക. ഉഫ്, റീഫർബിഷ്മെന്റ് പണി പണ്ടുണ്ടായിരുന്നു പെയിന്റ് കൊണ്ട്, ഇപ്പോൾ പിന്നെ വരയ്ക്കും. ഓ നല്ലുണ്ട് റീഡ്. ഇത് ഇവിടുത്തെ ലൈബ്രറിയാണ്, എഴുതിയിരിക്കുന്നുണ്ട് റീഡ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന് തൊട്ട് മുമ്പിലായിട്ട് തന്നെ ചെറിയ പോണ്ടുണ്ട്. അതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? ഒരു മീനിൻ്റെ വില 2 ലക്ഷം 3 ലക്ഷം രൂപയാണ്. അപ്പം ഇതാണ് വിഷിംഗ് ട്രീ. മാൽദീവ്സിലുണ്ടായിരുന്ന പോലെ തന്നെ അവിടെ പക്ഷെ ഹാർട്ടിന്റെ ഇത് റിബണോ ഏതാണ്ട് ഭാഷയിൽ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷ് ഒന്നുമല്ല. ഫ്രഞ്ചൊക്കെ ആയിരിക്കും. ബെൽ ഓഫ് ഹാപ്പിനെസ്. ഓ, ഇതിൻ്റെ ആയിരുന്നു അവർ മണി അടിച്ചോണ്ട് തന്നെ. റിസോർട്ട് നല്ല കിടു. സ്റ്റുഡിയോ 17. ഓ മാളു ക്യാരമുണ്ട്. ക്യാരമുണ്ട്. ഓ ഇതുമുണ്ട്, ടെന്നീസും ഉണ്ട്. ബാസ്കറ്റ് ബോളും ഉണ്ട്. ടെന്നീസ്. ഗെയിമിംഗ് ലോഞ്ചും ഉണ്ട്, ഫൂട്ബോൾ ഉണ്ട്, ഗെയിമിംഗ് ലോഞ്ച് ഉണ്ട്.